الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم هل جزاء الإحسان إلا الإحسان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരങ്ങളെ, സർവശക്തനും സർവ്വലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യദീൻ മാതൃകാപരമാണ്. ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം നേടാൻ വേണ്ടി പണിപ്പെടുന്ന അധ്വാനിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതം മാതൃകാപരമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള കാര്യമാണ് മാനസികമായ സംഘർഷങ്ങൾ നേരിടുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നത്. സ്വയം സമാധാനമുള്ളൊരു ജീവിതത്തിനു വേണ്ടി കൊതിക്കുന്ന സത്യവിശ്വാസി അസമാധാനത്തിൽ കഴിയുന്ന, പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുടെ വേദനകളും ദുഃഖങ്ങളും അകറ്റുന്ന കാര്യങ്ങളിൽ മുഴുകുക എന്നത് ദീൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇന്ന അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി ബഅദൽ ഫറായിദ് ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫർളായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ഒരു മുസ്ലിമിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത്, മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്ന പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അന റജുലൻ ജാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫഖാൽ യാ റസൂൽ അല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, മനുഷ്യരിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? വ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഅറാബിയുടെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടുന്ന് പറഞ്ഞു, അഹബ്ബുൻ നാസ് ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, മനുഷ്യരിൽ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടവർ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. പരസേവനം, മറ്റുള്ളവർക്കുള്ള നന്മകൾ ചെയ്യുന്ന പ്രവർത്തനം, അത് ചെയ്യുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ട് നീക്കുന്ന പ്രവർത്തനം. ഔ തത്റുദു അൻഹു ജൂഅ, അല്ലെങ്കിൽ അവന്റെ വിശപ്പ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ. ഔ തഖ്ലി അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ കടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന പ്രയാസങ്ങൾ നീക്കുന്ന പ്രവർത്തനം. ഇതൊക്കെ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മാറ്റുക, അവർക്ക് സന്തോഷം പകരുക. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണുള്ളത് എന്നാണ് സൂറത്തുർ റഹ്മാനിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. ആ ഇഹ്സാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മരുഭൂമിയിൽ തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന തണല് പോലെയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സങ്കടപ്പെടുന്ന മനുഷ്യന് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം എന്നത്. അത് പണം മാത്രമായിക്കൊള്ളുന്നില്ല, ഒരു വാക്കു മതിയാകും, ഒരു നോട്ടം മതിയാകും, സ്നേഹത്തോടുകൂടിയുള്ള ചുമലിലുള്ള ഒരു കൈവക്കൽ മതിയാകും, സാരല്ല ക്ഷമിക്ക് എന്നൊരു ഉപദേശം മതിയാകും. അതൊക്കെ വലിയ ആശ്വാസമാണ്. എത്രത്തോളം അവന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ചെറു പുഞ്ചിരി നൽകുന്നത് പോലെ, ലാ യഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്,
സഹോദരനെ കാണുമ്പോൾ അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസ്സാരമായി നീ അവഗണിക്കരുത് എന്നുള്ളതാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ തആല കരീമുൻ യുഹിബ്ബുൽ കറം. അല്ലാഹു അങ്ങേയറ്റം ആദരണീയനാണ്, അല്ലാഹു അങ്ങേയറ്റം ബഹുമാന്യനാണ്, അവൻ ആദരവ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. വമൻ റഹിമ ഇബാദഹു റഹിമഹുല്ലാഹ്. ഏതൊരാൾ ഒരടിമയോട് കരുണ കാണിക്കുന്നുവോ അവനോട് അല്ലാഹു കരുണ കാണിക്കും. വമൻ അദ്ഖല സുറൂറ അലാ ഖൽബി ഗൈരിഹി അദ്ഖലല്ലാഹു അസ്സുറൂറ അലാ ഖൽബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. മറ്റൊരാളുടെ മനസ്സിൽ ഒരാൾ സന്തോഷം പകർന്നാൽ ദുനിയാവിലും ആഖിറത്തിലും അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സന്തോഷം നൽകുമെന്നാണ്. ആ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഹ്യാ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിയകുൻ ഹദ്ദുൽ മുഅ്മിനി മിൻക സലാസ. 3 കാര്യങ്ങൾ നിന്നിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട്, നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, ഇല്ലം തൻഫഉഹു ഫലാ തദുർ. ആളുകൾക്കൊരു ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്ന് കരുതുക എങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം. ഉപകാരം നിന്നെ കൊണ്ട് പറ്റില്ല എങ്കിൽ അവർക്ക് ഉപദ്രവമുള്ള ഒരു കാര്യം നിന്നിൽ നിന്ന് വരാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം. വഇല്ലം തുഫ്രിഹു ഫലാ തഖുമു. അവർക്ക് സന്തോഷം നൽകൽ നിന്റെ ഒരു ബാധ്യതയാണ്. ഇനി സന്തോഷം നൽകാൻ നിന്റെ അടുക്കൽ ഒരു വകുപ്പുമില്ലെങ്കിൽ ഇടങ്ങേറുണ്ടാക്കുന്ന കാര്യം നിന്നിൽ നിന്ന് വരാൻ നീ ശ്രദ്ധിക്കണം. വഇല്ലം തംദഹു ഫലാ തദും. ആളുകളെ സ്തുതിക്കൽ, മദ്ഹ് പറയൽ നല്ലതാണ്, പക്ഷെ അതിന് നിനക്ക് പറ്റില്ലെങ്കിൽ അധിക്ഷേപിക്കാതിരിക്കാനെങ്കിലും നീ ശ്രദ്ധിക്കണം. ഈ നെഗറ്റീവ് ആസ്പെക്റ്റുകളെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ് ആളുകളിൽ സന്തോഷം പകർന്നു നൽകാൻ സാധിക്കുക? അതിലേറ്റവും പ്രധാനം 1 റെക്കഗ്നിഷനാണ്, അംഗീകാരമാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. മറ്റുള്ളവർ ചെയ്ത നല്ല കാര്യങ്ങൾ അംഗീകരിക്കും. ഇപ്പൊ കുടുംബജീവിതത്തിലാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ അംഗീകരിക്കും. അവളൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതിന്റെ മഹത്വം എടുത്തു പറയുക. തിരിച്ചിങ്ങോട്ടും ഭർത്താവ് തനിക്ക് വേണ്ടി ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള മഹബത്ത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് മ്യൂച്വലായുള്ള കൊള്ളക്കൊടുക്കകളിലെല്ലാം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ വിഷയത്തിൽ, മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ചെയ്യുന്ന എല്ലാ നന്മയും അംഗീകരിക്കും. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ അത് വളരെ പ്രധാനമാണ്. ഒരു ശരി, ഒരു സ്റ്റാർ ചിഹ്നം, ഇതൊന്നും ഒരു വെറും അടയാളമല്ല. അതൊക്കെ അംഗീകാരത്തിന്റെ, സന്തോഷിപ്പിക്കലിന്റെ ഭാഗമാണ്. അവിടെ ഉണ്ടാകുക നന്മകൾ കൂടുതൽ വളർന്നു വരുന്നതാണ്. സ്നേഹത്തിന്റെ ബോണ്ട് ശക്തിപ്പെടും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് സമ്മാനങ്ങൾ നൽകലാണ്, ഹദിയകൾ നൽകലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഹാദു തഹാബ്ബു എന്നാണ്. നിങ്ങൾ ഹദിയ കൊടുക്കൂ എങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും എന്നുള്ളതാണ്. ഹദിയകൾ നൽകിക്കൊണ്ടിരുന്നാൽ സ്നേഹം വർദ്ധിക്കും. പെരുന്നാൾ അടുക്കുന്ന സമയം മക്കൾക്ക് ഡ്രസ്സ് വാങ്ങുമ്പോൾ കൂടെ അയൽപക്കത്തുള്ള ദരിദ്ര കുടുംബത്തിൽപ്പെട്ട കുട്ടിക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കും. സ്കൂൾ തുറക്കുമ്പോൾ തന്റെ മക്കൾക്ക് ബാഗും കുടയും പുസ്തകങ്ങളൊക്കെ വാങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ മതിലിനപ്പുറത്തുള്ള പ്രയാസപ്പെടുന്ന കുടുംബത്തിലെ കുട്ടികൾക്കും അങ്ങനെ വാങ്ങി നൽകുക. തന്റെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി വാങ്ങിയിരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങോട്ട് കൊടുക്കുക. വീട്ടിൽ ഒരു നല്ല ഫലവൃക്ഷത്തിൽ കായുണ്ടായി അത് പറിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിനും തനിക്കും വേണ്ടി അത് ഉപയോഗിക്കുന്നതോടൊപ്പം ഒരു കീസിലാക്കി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുക. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിൽ, അതൊരു കൊച്ചു പേനയാകട്ടെ പെൻസിലാകട്ടെ, ഓരോന്നും ലഭിക്കുന്നവർക്ക് വലിയ സന്തോഷം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഹദിയകൾ നിങ്ങൾ നൽകൂ എങ്കിൽ നിങ്ങൾക്കിടയിൽ സന്തോഷം, പരസ്പര സ്നേഹം വർദ്ധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ രംഗത്ത് സലാം പറയുക എന്നുള്ളത്. നമുക്കറിയാം, വിവിധ സമൂഹങ്ങളിൽ, വിവിധ ജനവിഭാഗങ്ങളിൽ സാല്യൂട്ടേഷന്റെ രീതികൾ വ്യത്യസ്തങ്ങളാണ്. പരസ്പരം കാണുമ്പോൾ ഹൈ പറയുന്നവരുണ്ട്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നവരുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നവരുണ്ട്. ഇസ്ലാം അവിടെയും മാതൃകാപരമായ ഒരു കാര്യം പഠിപ്പിച്ചു. എന്ത്? അഫ്ഷുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കും. കാരണം ഒരാൾക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം പകരൽ എന്താ? അയാൾക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും, താങ്കൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. തിരിച്ചിങ്ങോട്ടും അതേ പ്രാർത്ഥന നടത്തും. അതിന് സമാനമായ ഒരു അഭിവാദനത്തിന്റെ വാക്ക് ലോകത്ത് മറ്റൊരാൾക്കും മറ്റൊരു ഇസത്തിനും പ്രത്യയശാസ്ത്രത്തിനും പരിചയപ്പെടുത്താനില്ല. അതും പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് സ്നേഹം വർദ്ധിക്കാനിടയാകുമെന്നാണ്. സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക.
നാലാമത്തേത് വിഷമങ്ങളിൽ കൂടെ നിൽക്കുക എന്നതാണ്. മനുഷ്യന്റെ പ്രത്യേകത പ്രയാസം പങ്കുവെക്കാൻ ഒരാളുണ്ട് എന്ന് കണ്ടാൽ, ദുരിതങ്ങളും ദുഃഖങ്ങളും ഇറക്കി വെക്കാൻ ഒരു അത്താണി ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ലഘൂകരിക്കപ്പെടും. അതുകൊണ്ട് തന്നിന്റെ കൂടെയുള്ള മറ്റൊരു മനുഷ്യന് പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവന്റെ കൂടെ നിൽക്കുക. അത് കുടുംബത്തിലാകട്ടെ, അയൽപക്കത്താകട്ടെ, പൊതുസമൂഹത്തിലാകട്ടെ. നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. ഒരപകടം സംഭവിച്ചു, വലിയ പ്രയാസത്തിലാണ് ആ കുടുംബം. മാരകമായ രോഗത്തിനടിമപ്പെട്ടു, വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് ആ കുടുംബം. ആ സന്ദർഭത്തിലൊക്കെ അവരുടെ കൂടെ നിൽക്കുക എന്നാണ്. ആളുകളുടെ പ്രത്യേകത കവി സൂചിപ്പിച്ച പോലെ മരങ്ങളിൽ കായ്കനികൾ ഉണ്ടാകുമ്പോൾ, മാവിൽ മാങ്ങകൾ ഉണ്ടാകുമ്പോൾ അവിടെ പറവകൾ ഇഷ്ടം പോലെ ഉണ്ടാകും വസന്തകാലാകുമ്പോൾ. പക്ഷെ ശിശിരത്തിൽ എല്ലാം പാറിപ്പോകും. കാരണം അവിടെ ഫലവൃക്ഷത്തിൽ ലഭിക്കാനൊന്നുമില്ല. അങ്ങനെയാണ് പലപ്പോഴും മനുഷ്യരുടെയും അവസ്ഥ. അയാൾക്ക് അധികാരമുണ്ട്, അയാളുടെ കയ്യിൽ പണമുണ്ട്, സാമൂഹികമായ സ്വാധീനമുണ്ട്, എങ്കിൽ കൂടെ നിൽക്കാൻ ആളുണ്ടാകും. അദ്ദേഹം കടക്കണിയിലാണ്, പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ ആളുകൾ ധാരാളം ഉണ്ടാകും. മുസ്ലിം അങ്ങനെയല്ല. പ്രയാസത്തിലുള്ളവന്റെ കൂടെ നിൽക്കണമെന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രയാസങ്ങൾ അകറ്റുന്നത്, തക്ഷിഫു അൻഹു കുർബ, അവന്റെ പ്രയാസങ്ങൾ അകറ്റാൻ തയ്യാറായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ മിൻ കുർബതൻ മിൻ കുർബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബി യൗമൽ ഖിയാമ. ദുനിയാവിൽ ഒരു സഹോദരന്റെ പ്രയാസം അകറ്റാൻ നീ ശ്രമിച്ചാൽ, അതിനുവേണ്ടി ശ്രദ്ധിച്ചാൽ, തീർച്ചയായും നാളെ ഖിയാമത്ത് നാളിൽ ഈ സഹായിച്ചവന്റെ, ഈ പ്രയാസം അകറ്റിയവന്റെ പ്രയാസങ്ങളെ അള്ളാഹു ലഘൂകരിക്കും, നീക്കം ചെയ്യുമെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായോഗികമായി അതിന് ചെയ്യേണ്ടത്, ഒന്ന് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം എന്നുള്ളതാണ്. അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. സഹാബത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരം പള്ളിയിൽ കാണുന്ന ആളെ കാണാതിരുന്നപ്പോ ജമാഅത്തിൽ എത്തിയില്ല, എന്തേ പ്രശ്നം? പോയി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് വസ്ത്രമില്ല. ഭാര്യക്കും അയാൾക്കും കൂടി ധരിക്കാൻ ഒന്നേ ഉള്ളൂ, അതാ പ്രശ്നം. അതുകൊണ്ടാണ് ജമാഅത്തിൽ. അത് അന്വേഷിക്കുമ്പോഴാണ് അറിയുക. സ്ഥിരമായി പള്ളിയിൽ കാണുന്ന ആളെ കാണാതിരിക്കുന്നു, അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. അപ്പോഴാണ് ഒരുപക്ഷെ രോഗിയാണ് എന്നറിയുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളിലാണ് എന്നറിയുക. അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുക. സ്ഥിരം പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആള്, മുഖത്തൊരു മ്ലാനത, സ്വകാര്യമായി അടുത്തുന്നത് ചോദിക്കണം, എന്താ പ്രശ്നം? മുമ്പത്തെ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. അപ്പൊ മനസ്സ് തുറക്കാൻ തയ്യാറാകും. അപ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുക എന്നതാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാതൃക. അതുപോലെ തന്നെ മധ്യസ്ഥത വഹിക്കലും ഇതിലെ വലിയൊരു പങ്കായി നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. ദമ്പതികൾ തമ്മിൽ അകലുന്ന ഒരു പ്രശ്നമുണ്ടായി, അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് വേഗം അവിടെ വീട്ടിൽ കൊണ്ടുപോയാക്കി എന്നിട്ട് ഒരു മെസ്സേജായി അല്ലെങ്കിൽ ഒരു ലിഖിതമായി തലാഖ് അയക്കുക എന്നതല്ല. മധ്യവർത്തികൾ അവിടെ പ്രവർത്തിക്കണം. അപ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഉള്ളി തൊലിക്കുന്ന പോലെയാകും. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അത് പരിഹരിക്കാൻ സാധിക്കണമെങ്കിൽ മധ്യസ്ഥമുണ്ടാകണം. അതുപോലെ തന്നെ തന്റെ കയ്യിൽ നിന്ന് നൽകാൻ സാധിച്ചില്ലെങ്കിലും മറ്റൊരാളുടെ കയ്യിൽ കാശുണ്ട്, അയാൾ കൊടുക്കാൻ തയ്യാറാകുന്ന ആളാണ്, ഇയാൾ അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് സൂചിപ്പിക്കാൻ പറ്റും, ഈ മനുഷ്യൻ ഇത്രയും ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, അങ്ങനെ നിയ്യത്തുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അർഹനായ ഒരാളാണ്. അത്തരത്തിലുള്ള മധ്യസ്ഥ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ശാരീരികമായ സഹായങ്ങൾ. റോഡ് കുറുകെ കടക്കാൻ പ്രയാസപ്പെടുന്ന ഒരാള്, അന്ധനായ നടന്നു നീങ്ങാൻ ബുദ്ധിമുട്ടുന്ന ഒരാള്, അതുപോലെ ഭാരം ചുമക്കാൻ പ്രയാസപ്പെടുന്ന ഒരാള്, വണ്ടിയിലേക്ക് ആ ലഗേജ് എടുത്തു വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരാള്, ഇവിടിങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശാരീരികമായ സഹായങ്ങളിലൂടെ ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുക. ഇതിനെയൊക്കെ പരിശുദ്ധ ഇസ്ലാം മഹത്തരമായ കർമ്മങ്ങളായിട്ടാണ് കാണുന്നത്. ഇതേപോലെ ഗൗരവതരമായ മറ്റൊരു വിഷയമാണ് കടത്തിന്റെ പ്രശ്നം. കടം, അല്ലാഹു ആ പ്രയാസത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മയ്യത്ത് നമസ്കരിക്കാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈമുഖ്യം കാണിച്ച വിഷയമാണ് കടം എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണും. ഈ നാളുകൾ അതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഒരു ലോണിൽ മുങ്ങി നിൽക്കുമ്പോൾ ആ ലോണ് വീട്ടാൻ വേണ്ടി വേറൊരു ലോൺ എടുക്കും. ബാധ്യതകൾ തീരാത്ത വിധത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. അത് വരാതിരിക്കാൻ നമ്മിൽ നിന്ന് അങ്ങേയറ്റം ശ്രമമുണ്ടാകണം. സ്വയം കടം വരാതിരിക്കാൻ അതിന് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വേണം. കൃത്യമായൊരു ബജറ്റ്, കുടുംബ ബജറ്റ് രൂപപ്പെടുത്താൻ സാധിക്കണം. തന്റെ ഇണയെയും അത് ബോധ്യപ്പെടുത്തണം. വരവിനനുസരിച്ചുകൊണ്ട് ചെലവ് ക്രമീകരിക്കാനും നാളെ കടക്കാരനായി മരിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ വന്നു ചേരാതിരിക്കാനും ഈ കടമെന്ന വിഷയം ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കടത്തിലകപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കും
അഭിമുഖീകരിക്കുക എന്നതും ഏറെ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ഒട്ടനവധി ആളുകളെ ഈ അവസ്ഥയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം: റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വ ഇദാ ഇശ്തറ വ ഇദാ ഖള. 3 കാര്യങ്ങൾ 3 സന്ദർഭങ്ങളിൽ തീർച്ചയായും ഉദാരത കാണിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. 1 വാങ്ങുന്ന സന്ദർഭത്തിൽ, 2 വിൽക്കുന്ന സന്ദർഭത്തിൽ, 3 കടം തിരിച്ചു ചോദിക്കുന്ന സന്ദർഭത്തിൽ. ഈ വിഷയത്തിലൊക്കെ ഔദാര്യം കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുള്ളത്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു: മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു വ അൻ തുക്ഷഫ ഖുർബതുഹു ഫൽയുഫർരിജ് അൻ മുഅ്സിർ. ഏതൊരാൾ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതുപോലെ തന്റെ പ്രയാസങ്ങൾ നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അവൻ പ്രയാസപ്പെടുന്ന കടക്കാരന് ആശ്വാസം നൽകട്ടെ. കടം തന്നിൽ നിന്ന് വാങ്ങിയാൽ തിരിച്ചു കിട്ടൽ തന്റെ അവകാശമാണ്. പക്ഷെ വാങ്ങിയവന്റെ പ്രയാസം, അവന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആ സാധു പട്ടിണിയായ സമയത്ത് 1000 രൂപ കടം വാങ്ങിയതാണ്. അയാൾക്ക് തിരിച്ചു തരാൻ സാധ്യമാകാത്ത അന്നത്തതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്നറിയാം. ഇത് മനസ്സിലാക്കിയിട്ട് സാരല്ല, ആ പാവല്ലേ എന്ന് കരുതി അതങ്ങ് വിട്ടു നൽകിയാൽ അർശുടേവനായ റബ്ബ് നമ്മളെക്കുറിച്ച് അങ്ങേയറ്റം തൃപ്തിപ്പെടുന്ന സന്ദർഭമാണത്. അബ്ദുല്ലാഹിബ്നു അബീ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഇവിടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു വിഷയം തന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എടുത്തു ധരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു സാധുവായ മനുഷ്യൻ കടം വാങ്ങി. അവധിയായ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആ കടം വാങ്ങിയ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിനകത്ത് ഒളിച്ചിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ അബ്ദുല്ലാഹിബ്നു അബീ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് ചോദിക്കാൻ: ഞാൻ എന്റെ വീട്ടിൽ വന്ന് കണ്ടില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞു: ഞാൻ മാറി നിന്നാണ്, ക്ഷമിക്കണം. കാരണം അങ്ങയിൽ നിന്ന് കടം വാങ്ങിയവനാണല്ലോ ഞാൻ. അതുകൊണ്ട് അങ്ങേ അഭിമുഖീകരിക്കാൻ കഴിയാത്ത മനപ്രയാസത്തിൽ ഞാൻ മാറി നിന്നതാണ്. ഇത് കേട്ട സന്ദർഭത്തിൽ മഹാനായ സഹാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു: എങ്കിൽ ഇതാ താങ്കളുടെ കടം ഞാൻ ഒഴിവാക്കി തന്നിരിക്കുന്നു. കാരണം ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സറഹു അൻ യുൻജിയഹു അല്ലാഹു മിൻ ഖുർബി യൗമൽ ഖിയാമ ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ ഔ യളഅൻഹു. ഖിയാമത്ത് നാളിലെ തന്റെ പ്രതിസന്ധിയിൽ നിന്ന്, തന്റെ മുമ്പിൽ വരാനിരിക്കുന്ന ഭീകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസം അവൻ നീക്കട്ടെ എന്നാണ്. അങ്ങനെ അദ്ദേഹം ആ കടം വിട്ടുകൊടുത്തു എന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടം എഴുതി തള്ളുക, വിട്ടുകൊടുക്കുക, സാവകാശം നൽകുക, ഇതൊക്കെ അങ്ങേയറ്റം പുണ്യമുള്ള കാര്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കടം വീട്ടാൻ സഹായകമാകുന്ന ഫണ്ടുകളുണ്ട്, സംവിധാനങ്ങളുണ്ടെങ്കിൽ, തനിക്ക് നേർക്കുനേരെ ആ വിഷയത്തിൽ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വീടില്ലാത്തൊരു മനുഷ്യൻ, പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, ഇതാ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസി ഉണ്ട്, സംവിധാനമുണ്ട്, അവിടേക്ക് ഒരു അപേക്ഷ കൊടുക്കാം, ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ രേഖകൾ ആവശ്യം, അതിനൊക്കെ കൂടെ നിൽക്കുക. അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കാനുള്ള സ്രോതസ്സുകളുണ്ട്, അത് കണ്ടെത്തി സഹായിക്കുക. ആ വിധത്തിലുള്ള മാധ്യസ്ഥ ശ്രമങ്ങളും അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന കർമ്മങ്ങളിൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് സമയം കണ്ടെത്താൻ സാധിച്ചാൽ റഹ്മാനായ റബ്ബ് നമ്മെക്കുറിച്ച് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, സംതൃപ്തപ്പെടുന്ന അവസ്ഥകളാണ് ആ സന്ദർഭങ്ങളിൽ ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കുക. ഇബാദത്തുകളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം മറ്റുള്ള സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതോടൊപ്പം അന്യന്റെ വേദന അകറ്റുകയും അന്യനിലേക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സമയം കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അത്തരത്തിലൊരു മാനസികാവസ്ഥ നൽകി ആ നിലക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പരിശുദ്ധ ദീനിൻ്റെ കൽപ്പനകൾ നടപ്പാക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രയാസമകറ്റുന്ന കാര്യങ്ങളിൽ അതിപ്രധാനമായ മറ്റൊന്നാണ് തത്റുദ് അൻഹു ജുഅൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശപ്പകറ്റുന്ന പ്രവർത്തനങ്ങൾ. സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ റബ്ബ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഭക്ഷണത്തോട് വലിയ ഇഷ്ടമുണ്ട്, ഭക്ഷണം ആവശ്യമുള്ള അവസ്ഥയിലാണവൻ. പക്ഷേ ആ സന്ദർഭത്തിലും അഗതികളായ ആളുകൾക്കും അനാഥരായ ആളുകൾക്കും വഴിമുട്ടിയവർക്കും ഒക്കെ ബന്ധനസ്ഥരായ ആളുകൾക്കുമൊക്കെ ആഹാരം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. അയൽവാസി പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഉസ്മാൻ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുഹ്സി ഫയുഹ്സി അല്ലാഹു അലൈക്. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, എണ്ണി കണക്കാക്കി വെക്കരുത്. അതുപോലെ ആ വചനത്തിൽ തന്നെ നമുക്ക് കാണാം, മൂടി വെക്കരുത്. നിന്റെ പാത്രം മൂടി വെക്കരുത്, അതിന്റെ അടപ്പ് തുറക്കണം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ആളുകൾക്ക് കൊടുക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് നൽകേണ്ടത് നൽകാതെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിനക്ക് എണ്ണി തിട്ടപ്പെടുത്തി തരും. നീ ആളുകൾക്ക് കൊടുക്കാതെ എണ്ണി കണക്കാക്കി വെക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹ് നിനക്കും അങ്ങനെ എണ്ണി കണക്കാക്കിയേ തരുള്ളൂ. അതിനു പകരം മറ്റുള്ളവരുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബ് നിനക്ക് നൽകിയത് നീ നൽകാൻ തയ്യാറായാൽ അതേപോലെ പല മടങ്ങുകളായി റബ്ബ് തിരിച്ചു നൽകും എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഇതിന്റെ മഹത്തരമായ ഒട്ടനവധി മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നന്മയുടെ ഒരു മാതൃകയായി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന മഹത്തരമായൊരു ജീവിതത്തിന്റെ ഉടമയായി ഈ മണ്ണിൽ ജീവിച്ച് വിട പറയാൻ സാധിക്കുന്ന ഒരു സൗഭാഗ്യം. ആ സന്ദർഭത്തിൽ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ നമ്മെക്കുറിച്ച് ഓർക്കുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ് നഷ്ടപ്പെട്ടു പോയത്. ഒരു തണൽ മരമാണ് കടപുഴകി വീണുപോയത്. പ്രകാശം പരത്തിയ ഒരു വിളക്കാണ് അണഞ്ഞുപോയത് എന്ന് നമ്മുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ ആളുകൾ പറയുന്ന വിധത്തിൽ ഈ ലോകത്ത് ജീവിച്ച ചുരുങ്ങിയ കാലം നന്മയുടെ സന്തോഷിപ്പിക്കലിന്റെ മാതൃകയായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ലഭിക്കുന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അഹ്ലുസുന്ന ആദർശ പ്രയാണ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് 6 മണിക്ക് മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പ്രമുഖരായ നേതാക്കളുടെ പ്രഭാഷണമുണ്ട്. അവിടെ എല്ലാവരും എത്തിച്ചേരണം എന്നറിയിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ 7 മണിക്ക് കുടുംബ വിജ്ഞാനവേദി ആനക്കയം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. രക്ഷിതാക്കളോട് എന്ന വിഷയത്തിൽ ബഹുമാന്യനായ ജംഷീർ സ്വലാഹിയുടെ ക്ലാസ് ഉണ്ട്. ദീന് പഠിക്കാനുള്ള സന്ദർഭങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ മരണം ഏത് സന്ദർഭത്തിലും കടന്നു വരാം. സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരുന്നത്. നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന പട്ടർകുളം സ്വദേശി മരക്കാർ മാഷ് കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയുടെ ഇമാം മുഖ്താറിന്റെ ഭാര്യയുടെ ഉമ്മ സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലാണ്. റഹ്മാനായ റബ്ബ് ആ സഹോദരിയുടെ രോഗം എത്രയും വേഗം സുഖപ്പെടുത്തി സന്തോഷമുള്ള ജീവിതം അവർക്ക് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലുള്ള എല്ലാ ആളുകളുടെയും കടബാധ്യതകൾ വീട്ടാൻ, രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് സൗഖ്യമുള്ള ജീവിതം ലഭിക്കാനും അള്ളാഹു അവന്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.